നമസ്കാരം. എന്ത് പറ്റിയെന്നറിയില്ല, ലാലേട്ടൻ ഇന്ന് ഫുൾ ഫോമിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ നടക്കുന്നത് ഈ പറഞ്ഞ അൻസിബേനെയും ഋഷിയെയും ഫുൾ എയറിൽ കയറ്റിയിട്ടുണ്ട്. അൻസിബയുടെ വാക്ക് കേട്ടല്ലേ എന്ത് കാര്യവും അൻസിബ എടുത്ത് പറഞ്ഞിട്ടാണോ ഋഷി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ തോന്നലാണ് എന്ന് ലാലേട്ടനോട് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്ന മറുപടി ഉണ്ട്, ശരിയായിരിക്കും, ഇവിടെ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ തോന്നിയതായിരിക്കും എന്ന് പറയും. സത്യം പറഞ്ഞാൽ അൻസിബ അവിടെ നിന്ന് കരയുന്നതാണ് തോന്നുന്നത് കേട്ടോ. അൻസിബയ്ക്ക് നല്ല രീതിയിൽ മുഖം പൊത്തിയിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് വേണം. നമ്മൾ ഇന്നലെ തൊട്ട് നമ്മൾ പല ആവർത്തി നമ്മൾ പറയുന്നുണ്ട്, ഋഷി എന്ന് പറയുന്ന ഒരു നല്ല കിടിലം കണ്ടസ്റ്റന്റ് ആണ്. ഈ അൻസിബയിലെ ചൊൽപ്പടിയിൽ നിന്ന് അവൻ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ കിടിലമായിട്ട് പ്ലേ ചെയ്യാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയാണ് പിന്നെ ഋഷി. ഈ അൻസിബയാണ് ഇവനെ പിടിച്ചുകൊണ്ട് ഉപദേശിച്ച് ഓരോ കാര്യങ്ങൾ ഇവനെ ഈ പറയുന്ന സ്കൂൾ കുട്ടികളെ പോലെ ടീച്ചേഴ്സിന്റെ കൂടെ പോയി ചോദിക്കുന്നത് പോലെ അൻസിബ എടുത്ത എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അത് വളരെ വിസിബിൾ ആണ്, എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അൻസിബ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ആൾക്കാരുടെ തോന്നലാണെന്ന്, തോന്നല്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ പിന്നെ എടി ബോഡി എന്ന് വിളിക്കുന്ന കേസ്, അതായത് ഋഷി അപ്സരയെ എടി ബോഡി എന്ന് വിളിക്കുന്ന കേസും ചോദിക്കും. നിങ്ങൾ പ്രയോഗിക്കുന്ന ഭാഷ ശരിയാണോ എന്ന് നമ്മുടെ മുടിയനോട് ചോദിക്കുന്നു. മുടിയൻ പറയുന്നത് എന്റെ പ്രൊഫഷനെ എടുത്തിട്ടൊന്ന് അല്ല അഭിനയിക്കുക. അപ്പൊ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് പിന്നീട് അത്രയ്ക്ക് വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ലാലേട്ടൻ, ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ സത്യസന്ധമായിട്ടാണോ ഇതുവരെ നിന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഞാൻ സത്യസന്ധതയല്ല, പക്ഷെ പണ്ടേ ഞാൻ ഇങ്ങനെ, അതായത് പണ്ടേ ഞാൻ ഇവളുടെ അടിമയായിട്ടാണ് കഴിയുന്നത് എന്നാണ് ഋഷി പറയുന്നത്. ഋഷിക്ക് ഇത് കിട്ടേണ്ടത് വളരെ വളരെ നല്ല ഒരു പിന്നെ കാര്യമാണ്. ഋഷിക്ക് ഇത് കിട്ടണം, ഋഷിക്ക് തിരിച്ചറിവുണ്ടാവണം. ഇത് പറയാതിരിക്കുമ്പോൾ ലാലേട്ടൻ ഇത് പറയാതിരിക്കുമ്പോൾ അവൻ വീണ്ടും ഡൗൺ ആയിട്ട് പോകുന്നു. ഈ തിരിച്ചറിവ് അവൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് കളിക്കാൻ ശ്രമിക്കും, പിന്നെ അവൻ ഫയറായി മാറും. മനസ്സിലായോ? ഈ പറയുന്ന ഋഷിയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഋഷിക്ക് ഇന്ന് കുറച്ച് വഴക്ക് കിട്ടിയെങ്കിൽ അവന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ്. അങ്ങോട്ടുള്ള അവന്റെ യാത്രയും നല്ലതിന് വേണ്ടി. എനിക്കൊന്ന് പിന്നെ ലാലേട്ടനോട് എന്തോ ഉടക്കി സംസാരിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തോ ലാലേട്ടനോട് തർക്കുത്തരം പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നത്, നിങ്ങൾ എല്ലാം സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കേസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അതുപോലെ എവിക്ഷന്റെ കേസ് പറഞ്ഞുകൊണ്ട് ഒരു പ്രമോ വന്നിട്ടുണ്ട്. അതിനകത്ത് കുറെ പേരെ ബാക്കിയുള്ളതൊക്കെ നാളെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ പിന്നെ ശരണ്യനെയും നമ്മുടെ നന്ദനെയും മാത്രം വിളിച്ചു നിർത്തിക്കൊണ്ട് ഒരു പോസ്റ്റ്മാനൊക്കെ വന്നുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശരണ്യാണ് പുറത്തു പോകുന്നത്. ഇനി ആരെങ്കിലും എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ഒരു എവിക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ഇതുവരെ എനിക്ക് കിട്ടിയ പിന്നെ റിപ്പോർട്ട്. ഒരു എവിക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ, അതായത് ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്തെങ്കിലും ഫർദറായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇതുവരെ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു എവിക്ഷൻ മാത്രമേ ഉള്ളത്. 100% ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു 99% നമുക്ക് വിശ്വസിക്കാം ഒരു എവിക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ അത് ശരണ്യയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ മറ്റേതെങ്കിലും എവിക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും വിളിച്ചു ചോദിച്ചപ്പോഴില്ല, ഒരു എവിക്ഷൻ ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും എന്തെങ്കിലും ഫർദറായിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.